ഉയർച്ചയ്ക്കനുസരിച്ച് ആഴമില്ലെങ്കിൽ, എത്ര ഉയരത്തിൽ നിൽക്കുന്ന മരങ്ങൾക്കും എത്രയാണോ ഉയരത്തിൽ നിൽക്കുന്നത് അത്ര തന്നെ ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയിരിക്കും, പരപ്പിലേക്കും പോയിരിക്കും. അങ്ങനെ ആഴത്തിലും പരപ്പിലേക്കും പോകാതെ പൊക്കമുള്ള ഒരു മരവും ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല, നിന്നിട്ടില്ല. ഇത് ജീവിത പാഠമായി എടുത്തോളൂ. നമ്മൾ എത്ര ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മുടെ ബേസ്മെൻറ്റ് വളരെ കൃത്യമായിരിക്കണം. ഓരോ കെട്ടിടത്തിൻ്റെ ഓരോ നിലകൾ ഉയരുമ്പോഴും അടിസ്ഥാനം ഉറപ്പിച്ചല്ല പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് വിജയിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ അടിസ്ഥാനം ഇടാമെന്ന് പറയുന്നതിലും അർത്ഥമില്ല. അപ്പോൾ അടിസ്ഥാനം ബലപ്പിച്ചോളൂ. ആഴത്തിൽ വേരൂന്നിയ മരങ്ങൾ എത്ര ഉയരത്തിൽ പോയാലും ആ ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. മഴ വന്നാലും കൊടുങ്കാറ്റ് വന്നാലും പേമാരി വന്നാലും എല്ലാം അത് അതിജീവിച്ചു കൊള്ളും. അപ്പോൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ആഴങ്ങളിലേക്കുള്ള അതിൻ്റെ ബേസിലേക്കുള്ള ആഴവും പരപ്പും കൂടി നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളത് വളരെ കൃത്യമായ ഒരു ബാലപാഠമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ നമ്മൾ ഉന്നതങ്ങളിലേക്ക് പോകുമ്പോൾ, പദവികളിലേക്ക് പോകുമ്പോൾ ആഴത്തിലുള്ള അനുഭവങ്ങൾ കൂടി ഉണ്ടാക്കിക്കൊണ്ട് പോയാൽ എത്ര മനോഹരമായിരിക്കും. നമ്മൾ സ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ അറിവിൻ്റെ ആഴം വലുതാണെങ്കിൽ നമുക്കവിടെ വിജയിക്കാൻ കഴിയും. അപ്പോൾ അറിവായാലും അധികാരമായാലും സമ്പത്തുണ്ടാക്കലായാലും എന്തു കാര്യത്തിലേക്ക് പോകലായാലും ആഴത്തിൽ പഠിച്ച് പോയാൽ ആഴത്തിൽ മനസ്സിലാക്കിയാൽ, ആഴത്തിലും പരപ്പിലുമുള്ള അറിവുണ്ടാക്കിയാൽ, ആഴത്തിലും പരപ്പിലുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും വലിയ വാനോളം വളരുന്ന രീതിയിൽ വളരാൻ കഴിയും. മഴമേഘങ്ങൾക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്ന പരുന്തിനെ പോലെ, ഈഗിളിനെ പോലെ പറക്കുവാനും കഴിയും. ആ കരുത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും അനുഭവങ്ങളും അറിവുമാണ് നമുക്ക് പാഠങ്ങൾ നൽകുന്നത്. എത്രമാത്രം അനുഭവങ്ങളും അറിവുകളും നാം നേടുന്നുവോ അതിന് എത്ര കണ്ട് ത്യാഗത്തിലൂടെ നാം നേടുമോ അത്ര കണ്ടത് ഉറച്ചതായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ വലിയ ത്യാഗത്തിലൂടെ കർമ്മനിരതരായി അറിവും അനുഭവവും ഒക്കെ നേടാം. ആ നേടുന്ന അറിവും അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരുന്ന വ്യക്തി തീർച്ചയായും വലിയ വടവൃക്ഷമായി തന്നെ വളർന്നു വരും. ഉയരങ്ങളിലേക്ക് പോകും തോറും ആഴത്തിലും പരപ്പിലേക്കും കൂടി പോകാൻ നമുക്ക് പഠിക്കാം.